ദൈവസ്നേഹത്തിൻ്റെ ആഴം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവവചനം ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആഴം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോയ ദോഷികളും പാപികളുമായിരുന്നിട്ടും ക്രിസ്തു നമുക്ക് വേണ്ടി മരിപ്പാൻ സ്വയം ഏൽപ്പിച്ചു. ഇതൊരു സാധാരണ സ്നേഹപ്രകടനമായി കാണുവാൻ കഴിയുകയില്ല. നാം ഒരുപക്ഷെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവനെ ത്യജിക്കുവാൻ തയ്യാറാകുമായിരിക്കാം. എന്നാൽ ഇവിടെ നാം പാപികളായിരിക്കെ, ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ഈ ഒരു ത്യാഗം ദൈവത്തിൻ്റെ നിരുപാധികമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ സ്നേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം എത്ര അകന്നുപോയാലും ദൈവം നമ്മെ കൈവിടില്ല എന്നതാണ്. അവൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ രക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുയേശുവിൻ്റെ ഈ യാഗത്തിലൂടെ ദൈവമായുള്ള നമ്മുടെ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. നിത്യജീവൻ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നു. അതുകൊണ്ട് ഈ വലിയ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ കൂടുതൽ നമുക്ക് അടുക്കാം. അവൻ നൽകിയ രക്ഷയെ വിലമതിക്കുകയും അവന് അനുസൃതമായ ജീവിതം നയിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി പൊതിയട്ടെ. ഗോഡ് ബ്ലെസ് യു.